എടാ പൊന്നപ്പ, നീ അടുത്ത മാസം അടുത്ത ആഴ്ച തരാമെന്ന് പറഞ്ഞ് എൻ്റെ കയ്യിൽ നിന്ന് ഒരു 5000 രൂപ വാങ്ങിയതല്ലടാ. ഇപ്പൊ ഒരു മാസമായി എൻ്റെ കയ്യിൽ ഒരു രൂപ പോലും ഇല്ല. ആ പൈസ ഇപ്പൊ തരാൻ പറ്റോ? എടാ കുട്ടപ്പ, നീ പൈസയുടെ കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തത് ഇന്നലെ രാത്രി ഞാൻ ഒരു ഭയങ്കര സ്വപ്നം കണ്ടു. കർത്താവേ, നീ വീണ്ടും സ്വപ്നം കണ്ടോ? അതിന് ഞാൻ ചോദിച്ച പൈസയും നിന്റെ സ്വപ്നവും തമ്മിൽ എന്താ ബന്ധം? വലിയ ബന്ധമുണ്ട് കുട്ടപ്പ. സ്വപ്നത്തിൽ ഞാൻ വലിയ കാട്ടിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ഭയങ്കര പുലി എൻ്റെ നേർക്ക് ചാടി വീണു. ഞാൻ പേടിച്ചു വിറച്ച് ദൈവത്തെ വിളിക്കാൻ തുടങ്ങി. എന്നിട്ട് എന്നിട്ട് എന്ത് പറ്റി? പുലി നിന്നെ പിടിച്ചോ? പുലി എൻ്റെ മേത്തേക്ക് ആഞ്ഞു ഒരൊറ്റ ചാട്ടം. ആ സമയത്താണ് കൃത്യമായിട്ട് നീ വന്ന് ആ പുലിയുടെ വാലിൽ പിടിച്ച് എന്നെ രക്ഷിച്ചത്. നിന്റെ ജീവൻ തിരിച്ചു തന്നത് നീ അല്ലടാ കുട്ടപ്പ. ആഹാ, സ്വപ്നത്തിലാണെങ്കിലും ഞാൻ നിന്നെ രക്ഷിച്ചല്ലോ. അതൊക്കെ പോട്ടെ, പൈസയുടെ കാര്യം എന്തായി? അതാണ് ഞാൻ പറഞ്ഞത് കുട്ടപ്പ. എൻ്റെ ജീവൻ രക്ഷിച്ച നിന്നെപ്പോലെ ഉറ്റ സുഹൃത്തിന് ഞാൻ വെറും ഒരു 5000 രൂപ തന്ന് ആ സൗഹൃദത്തിന്റെ വില കുറക്കണോ? നിന്റെ സ്നേഹത്തിന് മുന്നിൽ ഈ പൈസ ഒക്കെ എന്ത്? അതുകൊണ്ട് ആ പൈസ ഞാൻ തരുന്നില്ല. എടാ കള്ളപ്പരട്ടെ, അപ്പോ എന്റെ പൈസ അടിച്ചു മാറ്റാൻ വേണ്ടി നീ ഉണ്ടാക്കിയ തട്ടിക്കൂട്ട് സ്വപ്നകഥയായിരുന്നല്ലോ ഇത്. പിന്നല്ലാതെ, പൈസ ചോദിക്കുമ്പോൾ തരാൻ കഴിയില്ലെങ്കിൽ പിന്നെ ഇങ്ങനെ വല്ല കഥയും ഉണ്ടാക്കി നിന്നെ സോപ്പിടുകയല്ലാതെ ഞാൻ എന്ത് ചെയ്യാനാടാ? നിന്നെയൊക്കെ വിശ്വസിച്ച് പൈസ തന്ന എന്നെ പറഞ്ഞാൽ മതി. ആ പുലി അപ്പൊ തന്നെ നിന്നെ തിന്നണമായിരുന്നു. വെറുതെ ഞാൻ ആ വാലിൽ പിടിച്ചു വലിച്ചു. മര്യാദയ്ക്ക് എന്റെ പൈസ എടുക്കടാ.